നമ്മുടെ പുതിയതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇത് നമ്മുടെ ചാനലല്ല, നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ചാനലാണ് കേട്ടോ. അവൻ എത്ര വർഷമായിട്ടാ എത്ര കുറെ ആയില്ലേ? മിക്ക ഉണ്ടാവുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് ഇതുപോലെ ഒന്ന് വന്നിട്ട് അന്ന് നമുക്ക് ഇതുപോലെ കൂടാൻ പറ്റില്ല. അന്ന് വന്നപ്പോൾ വണ്ടി ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ രാത്രി പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടോ നമ്മൾ കോൺടാക്ട് ഉണ്ടായിട്ടോ ഇവർ വന്നല്ല കേട്ടോ. ഇവർ ഞങ്ങളിട്ട വീഡിയോയില് സ്ഥലം കണ്ടുപിടിച്ച് വന്നതാണ് കേട്ടോ അവൻ. അപ്പൊ ഇന്ന് ഞങ്ങൾ അവരെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ അവരുടെ ഫോൺ മേടിച്ച് അവർക്ക് തന്നെ ഞങ്ങൾ ഇൻട്രോ എടുത്ത് കൊടുത്തിട്ട് ഞാൻ മേടിച്ചെടുത്ത് ഇൻട്രോ എടുക്കണം. അപ്പൊ അവര് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ കാണിച്ചാലോ, കുഞ്ഞാറ്റാണെങ്കിൽ ഇവിടെ അന്യായ പണിയിലാണ്. ഞാൻ നിന്റെ സാമഗ്രികൾ ഞാൻ നിനക്ക് തരുന്നു. അവർക്ക് ഞാൻ വെള്ളമൊക്കെ കൊണ്ടേ കൊടുത്ത് സെറ്റാക്കി. എങ്ങനെയുണ്ട്? അന്ന് നീ കഴിഞ്ഞ ദിവസം വന്നപ്പോ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവര് മുഖത്തൊക്കെ കൊള്ളിയാന്ന് പറഞ്ഞിട്ടോ. അതെന്താ വെളുപ്പിന് ഇവര് പറഞ്ഞ് പോണായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കൊടുത്താ. ഇതുണ്ട് നമ്മൾ പരിപാടി പണിയൊക്കെ അറിയാം. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട പോലെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ അതെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാ അപ്പൊ നിങ്ങളുടെ സാധനം നിങ്ങൾ ബാക്കി പറ. ഏടാ അതല്ല ആണോ ഉള്ളി ആക്ഷൻ ബബ്ബേ അല്ല. അവര് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെണ്ണാന്നുണ്ടോ അതെന്നാ നീ ആ ഒരു വർത്താനം പറഞ്ഞ ഉത്തമ? അല്ല അതുകൊണ്ടല്ല എടാ, ഞാൻ ഒരു കാര്യം ഞാൻ നേരത്തെ ഒന്നും പറയില്ലായിരുന്നു, ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ അതെനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ സംസാരിക്കുന്നത് തന്നെടാ. ഹായ് കൊടുക്കുക. ഇവിടെ വേറെ ഹായ് ഗൈസ് പറ സാർ. എന്താണ് അന്ന് ഇവിടെ വരുമ്പോ ഇവിടെ കുഞ്ഞായിരുന്നു, ഇവിടെ തീരെ പൊടിയായിരുന്നു. ഇവളുടെ കണ്ണ് നല്ല നീല കണ്ണാണ്. എന്റെ മനസ്സ് മുഴുവൻ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിച്ചതല്ലേ അവളെ. അതുകൊണ്ട് അവളെ നല്ല ഓർമ്മയിലുണ്ട്. മുഖം ഇങ്ങനെ അന്ന് ബ്ലൂ ആയിരുന്നില്ലേ, പിന്നെ അതിന് ഗ്രേ ആയി, പിന്നെ അല്ല ഗ്രീനായി, അതിന്റെ ഗ്രേ ആയി, അത് കഴിഞ്ഞാൽ ബ്രൗൺ ആയത്. ബ്ലാക്ക് ആവൂല, ബ്രൗണിൽ തന്നെ നിക്കണേ. പൂച്ചക്കണ്ണാണ് അടുത്ത കോളേജ് പഠിക്കാനുള്ളതാ അല്ലേ? നാണോ എല്ലാവരും പഠിക്കണതൊന്നും ഇവരെ ഇവിടെ ഇവര് നമുക്ക് എറണാകുളത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ചേട്ടായിയും വേറൊരു ചേട്ടനോടി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അന്ന് ഞാൻ ഉറങ്ങുകയായിരുന്നു. നല്ല രീതിയിൽ ഇവര് വെളുപ്പിനാ വന്നേ. പിന്നെ ഞാൻ ഉറങ്ങില്ലേ. ചേട്ടായി ഇവിടെ വന്നിട്ട് ചായയൊക്കെ ഇട്ട് വന്നായിരുന്നു. ഇച്ചായൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇച്ചായന്റെ വക ചായയൊക്കെ കൊടുത്തു. അടിപൊളിയായിരുന്നു. അങ്ങനത്തെ വെച്ചിട്ട് പോകേണ്ടി ആ കടുപ്പം കൂടി പഞ്ചസാര ഇല്ല. എന്നോട് ഇങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഒട്ടും കൊള്ളൂല. പഞ്ചസാര തീർന്നുപോയിട്ടുണ്ടോ? ഇല്ല, പഞ്ചസാര ഇടാൻ മറന്നുപോയി. അവരെ ഭാര്യാക്ക കുഞ്ഞാറ്റാ കൊണ്ട് ഉണ്ടാക്കിച്ചാ എന്തിനാ ഈ കഷ്ടപ്പെട്ട? എനിക്ക് നല്ല ഇത് കേൾക്കുന്നുണ്ട്, ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ എന്റെ ഉറക്കത്തിൽ നിന്ന് ഞാൻ വിട്ട് എണീറ്റ് എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇച്ചാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ. ഇവര് വന്നിട്ടുണ്ട്, ഇവരിവിടെ ഉണ്ടായിരുന്നു വീഡിയോ. ഞാനത് കേൾക്കും. അപ്പുറത്ത് വീട്ടിൽ കാണും. അവൻ പോയി ഞാനും വിളിച്ചോണ്ട് വരാം. നമുക്ക് ഇപ്പൊ വിളിച്ചിട്ട് വരാം. കൂടുതലാ പറവുള്ള ചേച്ചിയാ? കുഞ്ഞാരി ചേച്ചിയാ? സോറി ഇഷ്ടമായ?
അപ്പൊ നമ്മുടെ മിക്കൂസ് ഉണ്ടില്ല, അവൻ ഭയങ്കര വിളവനായിട്ട്. അവന് ഞാൻ പിടിച്ചിട്ട് നിൽക്കണ്ടായിരുന്നില്ല. അവൻ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അതുമ്മ കയറിയിട്ടൊക്കെ നടക്കുകയായിരുന്നു. ഈ വാക്കറും കൊണ്ട് അവൻ പുറത്ത് പോകാനായിട്ട് നോക്കായിരുന്നു. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവൻ അകത്ത് കയറ്റിയപ്പോൾ അവൻ സ്റ്റെപ്പിന്റെ മുകളിലേക്കാണ് കയറി പോണ്ടായിരുന്നത്. അവൻ കയറും ഞാൻ അടുത്തോണ്ട് വരും, അവൻ കയറും ഞാൻ അടുത്തോണ്ട് വരും. ഇതേപോലെ കുറച്ചു നേരം. ഇപ്പൊ നമ്മളെ വിടാം. അപ്പൊ ശരിയാന്നോ നടക്കണം, നോക്കി പോണോട്ടോ. അപ്പൊ നമ്മൾ നീ ഒരു കാർ എടുത്തോ, ഞാൻ ഒരു കാർ എടുക്കാം. നേരെ വിടാ അവിടെ ഇരിക്കൂ. സ്കൂട്ടി ആരെടുക്കും? സ്കൂട്ടി മിക്ക കൊടുക്കട്ടെ. സ്കൂട്ടി നമ്മൾ കൊണ്ടേക്കളാ. ആ രാത്രി പറ്റുവാണെങ്കിൽ വണ്ടി ഓടിക്കുന്നുണ്ടോ? ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കണ്ട. മറ്റേ ആലപ്പുഴക്കാർത്തിയാണോ തോന്നി? ലൈസൻസ് എടുക്കാനുള്ള ആർക്കും മാത്രം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഓടിക്കണം. ഞാനാണെങ്കിൽ ഇവിടെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേഷൻ ചെയ്യുന്ന പറയണേ. വേറെ ഞാൻ പറയണില്ല, വെറുതെ രാത്രി ഒത്തിരി നേരം രാത്രി യാത്രയില്ല. എന്തായാലും വർഷത്തിന് ശേഷമുള്ള കാഴ്ചയല്ലേ കുഞ്ഞെ, കൂടിക്കാഴ്ചയാണ്. ചെറുതായിരുന്നു കേട്ടോ, ആളുടെ കണ്ണൊക്കെ ഭയങ്കര. സംസാരിച്ചില്ലല്ലോ അന്ന് കുഞ്ഞാറ്റ ഭയങ്കര ജാട, ഭയങ്കര ജാടല്ല, രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്യണ്ടായിരുന്നു. പേരുണ്ടായിരുന്നു അന്ന്. സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, മൊത്തം പറഞ്ഞു രാത്രി നേരെ നോക്കുന്നത്. അന്ന് രാത്രി 11 മണിക്ക് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് ഞാൻ ഒരാൾ കുറച്ച് പോകുന്നു. ഞാൻ ചെയ്യുമ്പോൾ വള്ളിയായി നോക്കി കേട്ടോ ഇവരിരിക്കണേ. അന്ന് ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അത് ആ ഒരു ഓർമ്മയാണ് മെയിനായിട്ട്. അവർക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പോകാല്ലേ. അപ്പൊ പെട്ടെന്നുള്ളൊരു വരവായി പോയല്ലേ. അത് പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വലിയ സോസേജ് ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. സോസേജ്, ബ്രെഡ്, അതെ, ഇവരെ കണ്ടുപിട്ടിയത് വളരെയധികം താങ്ക്സ്. കണ്ടുപിട്ടിയാലും വീഡിയോ എടുക്കാറില്ല, അത് ഫ്രണ്ട്ഷിപ്പ്. അതെ അല്ലെ, ഇതിപ്പോ ഫാമിലി. ഇത് ഫാമിലി ഫ്രണ്ട്ഷിപ്പ്, മറ്റേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അന്ന് വേറെ രാജു എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ ഇന്ന് ഈ വീഡിയോയിലെ ഫാമിലി പോയുണ്ട്. അപ്പൊ അവൻ അടുത്ത ദിവസം നമുക്ക് കാണിക്കാം അല്ലെ. അതെ, സച്ചൊക്കെ എന്തെങ്കിലും പറയണ്ട. കുഞ്ഞാറ്റ എപ്പോൾ അവള് കുഞ്ഞാറ്റ അന്വേഷിച്ചത് പറഞ്ഞു. പിന്നെ ഇവിടെ മാത്രം നടക്കില്ല, ഇവിടെ നോക്കണം ടാസ്കാണ് അല്ലേ. പക്ഷെ അത് ഇവിടെ വന്നപ്പോഴാണ് അന്ന് വന്നപ്പോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടാകുന്ന ഒരു ഇതില്ലാണ്ട് നമ്മൾ കൂടുതൽ മിണ്ടാൻ നിന്നില്ല. ഇന്ന് മിണ്ടാൻ സൗകര്യം കിട്ടണല്ലോ. അതെ, പിന്നെ എനിക്ക് നമ്മളും കുഴപ്പമില്ല, അത്യാവശ്യം പെണ്ണുങ്ങളുടെ കൂടെ നമ്മൾ എന്താ പറയാനാ. അതെ, നമ്മളിങ്ങനെ ഇറങ്ങിയൊക്കെ നടക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സന്തോഷം കണ്ടതിൽ. അപ്പൊ ഇനിയും എല്ലാം അല്ലേ. അപ്പൊ ഒരു ടൂറൊക്കെ രാത്രിയല്ലേ, യാത്ര പറയണ്ട. അതെ, സമയം ലേറ്റ് ആയിട്ടോ. നടക്കുമ്പോ പറയാം അല്ലേ. അതെ, അല്ല നടക്കും നടക്കും നടക്കൂലേ. നീ മുൻകരുതി എടുത്താൽ നടക്കും. ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. ഇത് എഴുതണ്ടില്ല, എവിടെ വേണേലും വരാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനും അതെ, കല്ലി വല്ലി. ഞാൻ വല്ലി ഹല്ലി. അപ്പൊ എല്ലാരും സെറ്റാണ്. അപ്പൊ ഓക്കെ, ശരിയെന്നാ. നമ്മുടെ വീഡിയോ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വർഷങ്ങളായിട്ട് ഇവൻ ഈ ചാനലിൽ ഇതുപോലെ തന്നെ വേറെ കൊണ്ടല്ല, എന്റെ മടി കൊണ്ടാ വീഡിയോ ഇല്ല. നമ്മളെടുത്ത് വരുമ്പോൾ മാത്രമേ വീഡിയോ എടുക്കാൻ കൂടുള്ളൂ. ഇവൻ എന്നോട് പറഞ്ഞതാ വേറെ സമയത്തൊന്നും. കാരണം നമ്മൾ സംസാരിക്കും, അവൻ സംസാരിക്കാണ്ട് സംസാരിക്കണം. ഞാൻ ക്യാമറ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നോട് ഞങ്ങളുടെ രീതിക്ക് സംസാരിക്കണം, അതുപോലെ രീതിയിൽ സംസാരിച്ചാൽ നോ പ്രോബ്ലം. പക്ഷെ ആ സമയത്ത് ഇത് കാണിച്ചൊക്കെ 10 പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൊള്ളാണ്ട്, ചേട്ടായിട്ട് ചിരി കൊള്ളാം, ചേട്ടന്റെ വർത്താനം കൊള്ളാന്ന് പറഞ്ഞ് തന്നെ പറയും വീഡിയോയിൽ അല്ലേ. അല്ലേ, കുഞ്ഞാറ്റ ഇങ്ങനെ വീഡിയോ ആണ്. എന്തുകൊണ്ടാ കുഞ്ഞാറ്റ ചേച്ചിയുടെ ചിരി സൂപ്പർ, കുഞ്ഞാറ്റ ചേച്ചി മോട്ടിവേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാറ്റ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇതായിരിക്കും അല്ലേ. അങ്ങനെ പറഞ്ഞ വീഡിയോ എന്നെ കുറിച്ച് പറഞ്ഞ നല്ലതാണ്. ഞാൻ കേൾക്കേണ്ടി വരും, എന്തായാലും കുഴപ്പമില്ല. നീ ഓക്കെ അല്ലേ? ഞാൻ നാളെ അക്കൗണ്ടിൽ ഞാൻ ഇടും. ചേട്ടായുടെ ചിരി കൊള്ളാം, ചേട്ടായി എന്നെ സുന്ദരനാന്ന് പറയാം. അപ്പൊ നീ എന്തായാലും വീഡിയോ ചെയ്തു. നമ്പർ ഒന്ന് തരോ? അതേ ചോദിക്കില്ല അല്ലേ, ഞാൻ വരാൻ പറ്റിയത്. ഓക്കെ എന്നാ ബൈ. അജുസേ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെ അജുസിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിന്റെ കുഞ്ഞാറ്റിച്ചാനായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളത്. മീറ്റ് നമ്മൾ 2 വർഷം മുന്നേ ചെയ്തായിരുന്നു, പക്ഷെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല കമ്പനി ആയിരുന്നത് ഇപ്പൊ ഇന്ന് വന്നപ്പോഴാണ് കേട്ടോ.
അതെ അവിടെ നിന്നപ്പോഴേ തച്ചുവെപ്പ് ശബ്ദം ഒന്നും പുറത്തേക്ക് വന്നില്ല. ഈ വ്ളോഗ് അന്നത്തെ പോക്കിലൂടെ കമ്പനിയായി. പക്ഷെ നമ്മ ആരും ഇതേവരെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ നമ്മൾ എടുക്കാറില്ല. ഒരുമിച്ച് വെക്കുമ്പോ ആ വീഡിയോസ് എടുക്കാറില്ല. അപ്പൊ ഫാമിലി ആയിട്ട് എടുക്കണമെന്ന് പറയണം. അവനും പറയണ്ടത് ഈ ഫാമിലിനെയും കൊണ്ട് പറഞ്ഞിട്ടാ. അങ്ങനെ പറഞ്ഞപ്പോ അച്ഛൻ സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് ചെന്നതാ. നമ്മള് വീഡിയോയില് കാണുന്നതിലും നല്ല ഫ്രണ്ട്ലി ആട്ടോ, ഫ്രണ്ട്ലി മൈൻഡാണ്. ഇപ്പൊ ഇച്ചായന്റെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞാറ്റേന്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ വീഡിയോയിൽ ഇച്ചായും കുഞ്ഞാറ്റാന്ന് പറഞ്ഞു എന്റെ വായിൽ അങ്ങനെ വരുന്നുള്ളൂ, പേരൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും അവര് നല്ല ഫ്രണ്ട്ലി മൈൻഡായിരുന്നു. അപ്പൊ ഇനി ഒരു ദിവസം ഇൻഷാല്ലാ ഒരു ദിവസം പകല് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോണം അല്ലെ, നമ്മള് കളിച്ചവിടുത്തെ എല്ലാവർക്കും നമ്മള് പോകും. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലാതല്ല, നമ്മ അവരുടെ അടുത്ത് എന്തായാലും പോയി. കാരണം അന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മ ഫസ്റ്റ് ടൈം അല്ലേ കണ്ടപ്പോ ഇത്ര ഡീപ്പ് എന്തൊന്നും അല്ലെങ്കിലും പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെ, പിന്നെ അത് കൂടാണ്ട് അവര് അന്ന് പറഞ്ഞായിരുന്നു ഒരു ദിവസം ആ ഒരു ദിവസം 2 വർഷം പിടിച്ച് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഞാനമ്മലും മീറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇടക്കിടക്ക് ഇവര് തമ്മില് മീറ്റിങ്ങും കോളിംഗ് ഒക്കെ ഉണ്ട്. നമ്മ കമ്പനിക്കാരെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഫാമിലി ആയിട്ട് പോയ കാരണം ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് വെച്ചെന്നുള്ളൂ. വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മക്കാണെങ്കിൽ അച്ചുക്കും കൊട്ടിക്കത്തെ ചമ്പലി ഞാൻ വീഡിയോ എടുത്ത് സംസാരിച്ചു, വീഡിയോ എടുത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാലോ ക്യാമറ ആൾക്കാരുടെ ഉപയോഗിച്ചാ ഞാനൊന്നും സംസാരിക്കാനൊന്നുമില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് ടച്ച് വിട്ടിരിക്കണോണ്ട് ഒട്ടുമില്ല. ഇപ്പൊ കൊറേ നാളായില്ലേ ഫോണിൽ ഇതേമാതിരി നോക്കിയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിച്ചിട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ടച്ചൊക്കെ പോയി. ഇനിയിപ്പൊ എന്തായാലും നമ്മള് ഡെയിലി വീഡിയോ ഇടാനൊക്കെ ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പഠിച്ചവർക്ക് അറിയാം എഡിറ്റ് ചെയ്ത് തരുമോന്നൊക്കെ. എനിക്ക് എന്തായാലും നേരം ഉണ്ടാവില്ല, എനിക്ക് എന്തായാലും മടി വരും. ഇനിയിപ്പൊ ആ മടിയൊക്കെ മാറ്റി വെക്കണം അല്ലേ. അതെ, ഉഷാറാക്കണം. കാരണം അതെ, കുറച്ച് നാളെ ഇടാം ഉഷാറായി വന്നതായിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്ന് തീരെ ഡൗൺ ആയി പോയി. കാരണം അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് നമുക്ക്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും ഇനിയും മുന്നോട്ട് വേണം. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ വേണം. അതെ, അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ടുള്ള വീഡിയോ എന്തായാലും അവര് ഇട്ടിട്ടുണ്ട്, അവരുടെ ചാനലിൽ ഇട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ എല്ലാവരും കയറി കാണുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതെ, അടിപൊളി മെമ്പേഴ്സാണ്. അതെ, കലക്കം മെമ്പേഴ്സാണ്. നമ്മ വിചാരിക്കുന്ന പോലെ വീഡിയോ കാണുന്ന പോലെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ദേഷ്യം തല്ലെടുത്തോ. ഞാനെന്ന് വെച്ച് നോക്കാം അതേപോലെ വീഡിയോ എടുക്കുമ്പോ എപ്പോഴും ദേഷ്യം തല്ലെടുത്തൊക്കെ തന്നെയുണ്ട്. ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടൊക്കെ പോണ സമയമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് പിന്നെ എടുക്കും ആ ഒരു ഫ്ലോ പോയിക്കാനാ. പക്ഷെ അവരങ്ങനെയല്ല, ആ ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. കുഞ്ഞാറ്റയാണെങ്കിലും അമലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു അല്ലേ. പിന്നെ അവിടെ പോയിട്ട് എന്താ കഴിച്ചേ? പിന്നെ അവിടെ പോയിട്ട് കുഞ്ഞാറ്റ ഉണ്ടാക്കി തന്ന സോസേജ്, പിന്നെ ബ്രെഡ് റോസ്റ്റ് അതൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ. കുഞ്ഞാറ്റ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു തലവേദനയുടെ ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. പിന്നെ എന്റെ മോളിതാ ഈ കുഞ്ഞാപ്പി കഴിച്ചായിരുന്നു. അവള് കഴിച്ച് വണ്ടി കയറി എത്തും കിടന്നുറങ്ങി. അവളുടെ വയറിൽ കിടന്നുറങ്ങി. അവള് 2ാമത് ഉണ്ടാക്കിപ്പിച്ചു കേട്ടോ. കുഞ്ഞാറ്റനെ കൊണ്ട് അവള് 2ാമത് ഉണ്ടാക്കിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടു. പിന്നെ മിക്കു വീഡിയോയില് കണ്ട പോലെ നല്ല ഇവാനെ പോലെ തന്നെ. ഇവാനെ നല്ല സ്മാർട്ടാണ്, നല്ല വിളവൊക്കെ ഉണ്ട്, കുസൃതിക്കുട്ടനാണ്. അതെ, ഞാനിക്കും തച്ചും നിക്കുവിന്റെ ബേക്ക് നടക്കാനാണ്ട നേരം. അവൻ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ടോടും അങ്ങനെയായിരുന്നു. ഇന്നലെ രാത്രി നൈറ്റ് നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പൊ അവരവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് വർക്കിന് പോകേണ്ട കാരണം നമ്മള് ഇന്ന് തന്നെ വന്നു. പിന്നെ അർഷയിൽ നിന്ന് തന്നെ വണ്ടി കൊടുത്തേക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ അർഷാദ് തിരിച്ചു പോവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും ഇനി ഡെയിലി നമ്മൾ വീഡിയോസ് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ.